മമ്മൂക്ക എന്ന് പറയുന്ന മലയാളികളുടെ സ്വകാര്യ അഹങ്കാരത്തെ ഒരു ബ്രാൻഡിൻ്റെ അംബാസിഡറാക്കി നിങ്ങൾ മാറ്റി അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് മമ്മൂക്കയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? എൻ്റെ കയ്യിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഇനി എനിക്ക് വേണ്ടിയത് ഒരു പവർഫുൾ സ്വീകാര്യത. പവർഫുൾ സ്വീകാര്യത എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പം മമ്മൂക്ക പോലത്തെ ഒരു നടനായിട്ട് കെൻസ അസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മിക്ക പാലങ്ങളിൽ എൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈവേസിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കെൻസ. അപ്പോൾ എൻ്റെ നാട്ടിൽ ഉള്ള ഒരു വികസനത്തിന് ഭാഗമാകുന്ന എൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ. 2022 ജനുവരി 23 ഷഹദ് അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റുണ്ട്. ഇതാണ് ആ ഫോട്ടോ. ഒരു മനുഷ്യൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഒരു പടമാണ് നമ്മുടെ ഈ സുഹൃത്തുക്കൾ കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കിലോ ഉണ്ടായിരുന്നു? ടഫ് മാനസികാവസ്ഥയാണ് ഈ 132 എന്നൊക്കെ പറഞ്ഞ ബോർഡർ എന്ന് പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ച് അതൊരു ബോർഡർ ലൈനായിരുന്നു. ഞാനൊരിക്കലും തടി കുറയുമെന്ന് വിചാരിച്ച ഒരാളല്ല. കാരണം ഏതൊരു തടിച്ച് നിൽക്കുന്ന ഇന്നത്തെ ഒരാളും ഒരിക്കലും എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എനിക്ക് പറ്റാത്തൊരു പണിയാണ്. 130 എന്നൊക്കെ പറഞ്ഞാൽ ഒരു കടയിൽ പോയാൽ ഒരു ഷർട്ട് കൊള്ളൂല. മമ്മൂക്ക സ്ക്രീനിൽ വന്ന് പറയാണ് മികച്ചതിനേക്കാൾ മികച്ചത് കെൻസ TMT സ്റ്റീൽ ബാസ് എന്ന് മമ്മൂക്ക പറയുമ്പോൾ ഐ ഹാവ് ടു മേക്ക് ഷുവർ ഇറ്റ് ഇസ് മികച്ചതിനേക്കാൾ മികച്ചത് എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തണം. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ സന്തോഷം. നമ്മുടെ പോഡ്കാസ്റ്റിന് നമ്മുടെ സുഹൃത്തുക്കൾ നൽകുന്ന സപ്പോർട്ടിന് ആദ്യം തന്നെ ഒരു ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ പോഡ്കാസ്റ്റിൽ പറയുന്ന പോലെ ബന്ധങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ നല്ല ഒരു സുഹൃത്തിനെയാണ് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടു കാണും, മമ്മൂട്ടിയുടെ പരസ്യത്തിലൂടെ ഹിറ്റായ കെൻസ TMDയെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് CEO ആയ ഷഹദ് ഭായ് ആണ്. ഞങ്ങൾ ആക്ച്വലി വീഡിയോയിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞ? ഒരുപാട് നാളെ നിങ്ങളെ കൊണ്ടുകൊണ്ട് കുറച്ച് കഥകളൊക്കെ ഒന്ന് കേൾക്കണം, നമ്മുടെ ആളുകളോടൊക്കെ കുറച്ച് കഥകളൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിക്കും. ഇതിൽ 3 കാര്യങ്ങൾ പറയും. ഒന്ന്, കെൻസ TMD എങ്ങനെയാണ് ഉണ്ടായ കഥ പറയും. ഷഹദ് ഭായിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചൊരു വ്യക്തിയാണ്, അതിൻ്റെ കാര്യങ്ങൾ പറയും. പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്കയെ ഇദ്ദേഹം ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു സ്ട്രാറ്റജി ഉണ്ട്, അത് നമ്മുടെ ആൾക്ക് പറയും. ശരിയാണ്? സന്തോഷം കേട്ടോ. പടച്ചോൻ ഹൈറിലാക്കട്ടെ നിങ്ങൾ. വളരെ സന്തോഷം. അപ്പം നമുക്കേ ഷഹദ് ഭായ് ആദ്യം തന്നെ കെൻസയെക്കുറിച്ച് സംസാരിക്കാം. കെൻസ TMD തുടങ്ങിയ കഥകൾ. നിങ്ങളിപ്പോൾ സെക്കൻഡ് ജനറേഷൻ അല്ലേ? സെക്കൻഡ് ജനറേഷനിലെ ഫസ്റ്റ് അല്ലേ? അപ്പം നിങ്ങളാണ് ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ. അപ്പോൾ എന്നാണ് ഈ കെൻസ TMD തുടങ്ങുന്നത്? എങ്ങനെയാ? 1991 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫാദർ ആണ് സ്റ്റീൽ തുടങ്ങുന്നത്. ഇപ്പോൾ തുടങ്ങുന്ന കാലത്തൊരു സ്റ്റീൽ ബിസിനസ്സിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഇല്ലാത്ത ഒരാളാണ്. ആൾ 1991 ഒരു ട്രേഡിംഗ് എന്ന രീതിയിൽ സ്റ്റീൽ വ്യവസായം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് കേരളത്തിൽ കച്ചവടം ചെയ്യാന്നുള്ളൊരു ആശയത്തിൽ ചെറിയൊരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മളെ തുടക്കം. അത് കഴിഞ്ഞ് പയ്യെ ട്രേഡിങ്ങിൽ എക്സ്പീരിയൻസ് കൂടുതലായതിനു ശേഷം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ലീസിനെടുത്ത് ട്രൈ ചെയ്ത് അതിനുശേഷം ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങണം എന്നുള്ളൊരു ആശയം മുന്നിൽ വന്ന്. അപ്പോൾ എൻ്റെ ഫാദറും അതുപോലെ തന്നെ ഫാദറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് മുജീബ് റഹ്മാനുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. BM സ്റ്റീൽസ് എന്നാണ് നമ്മൾ ആദ്യത്തെ കടൻ്റെ പേര്. BM സ്റ്റീൽസ്. അതെ, അത് ഉപ്പാൻ്റെ പേര് ബാബു എന്നാണ്, മുജീബ് എന്നാണ് സുഹൃത്തിൻ്റെ പേര്. ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ തുടക്കമാണ് അത് BM സ്റ്റീൽസ്. അതായിരുന്നു ഞങ്ങളെ 91 തുടക്കം. അതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച വർഷമാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. ശരി. എൻ്റെ വയസ്സും ഈ കെൻസ ഗ്രൂപ്പിൻ്റെ വയസ്സും ഒന്നാണ്. അപ്പം എത്ര വയസ്സുണ്ട്? അങ്ങനെ ചോദിക്കുമ്പോൾ എത്ര വയസ്സുണ്ടോ ചോദിക്കാൻ? അതെ, എനിക്ക് 32 വയസ്സ് കഴിഞ്ഞ്. അപ്പം 33-ാം വയസ്സിലേക്ക് നീങ്ങുന്നു. ആ 33 വർഷത്തെ പാരമ്പര്യമായിട്ടാണ് ഇന്ന് കെൻസ നിൽക്കുന്നത്. ഈ ഷഹദ് ഭായ്, ഇപ്പം എനിക്ക് നിങ്ങളെ പേഴ്സണലി ഒരുപാട് അറിയാം, നിങ്ങളുടെ മൂല്യങ്ങൾ അറിയാം, നിങ്ങളുടെ വാപ്പ കൊടുക്കുന്ന സ്പിരിച്വൽ കോൺസെപ്റ്റുകൾ അറിയാം, സമൂഹത്തിൽ എന്തൊരു പ്രോഡക്റ്റാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫസ്റ്റ് ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ? എങ്കിലും ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്, കെൻസ TMD എന്ത് മൂല്യമാണ് ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്നത്? അതെ, അത്
വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഒരു ബിസിനസ്സിൽ ഇപ്പം എനിക്ക് റോൾ മോഡൽ എല്ലാവരും പറയാ ഫാദറാണ്. എനിക്ക് എൻ്റെ ബിസിനസ്സിൽ റോൾ മോഡൽ എൻ്റെ ഫാദർ തന്നെയാണ്. ഒരൊറ്റ കാര്യമേ ഒരു വാക്കേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, നേരും നെറിയും വേണമെന്ന്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ബിസിനസ്സിൽ എന്നും ഞാൻ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ എന്നും എന്നിൽ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു ആശയം അതാണ്. നേരും നെറിയുമുള്ള ഒരു മനുഷ്യനാവണം, എന്നിട്ട് നേരും നെറിയുള്ള ഒരു ബിസിനസ്സുകാരനാവണം. ഇത് രണ്ടുമായിരുന്നു ഒരു കെൻസ എന്നും ഇംപ്ലിമെൻ്റ് ചെയ്താൽ എന്നും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പ്രിൻസിപ്പിൾ ആണല്ലേ. ഒരു എത്തിക്സ് ഉണ്ടാകണം, എത്തിക്സ് ഒരു ഹക്കായിരിക്കണം അല്ലേ, ഹക്കിടപാടുകൾ സുതാര്യമായിരിക്കണം. അതാണ് നിങ്ങൾ വെച്ച് പുലർത്തുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഏറ്റവും വലിയ ഈ ഇപ്പൊ പറഞ്ഞില്ലേ BMS ബി എം സ്റ്റീൽ കഴിഞ്ഞിട്ട് ഒരു ഫാക്ടറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഞങ്ങൾ ആക്ച്വലി 2000 പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നത്. അതായത് ട്രേഡിങ്ങിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയപ്പോൾ പിന്നെ വിചാരിച്ചു മാനുഫാക്ചറിങ് സെറ്റപ്പിലേക്ക് നീങ്ങാന്നുള്ളത്. അപ്പോൾ അതിലൊരു തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതിനുപരി അന്ന് ആ സമയത്ത് ഉപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി MBA ഒന്നും പഠിച്ച ആളല്ല, 10ാം ക്ലാസ്സും കുസ്തി എന്ന് പറയാം. അപ്പോൾ ഉപ്പ അന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത ഇന്ന് ബിസിനസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി, അതായത് ലീസിന് ആ ഒരു യൂണിറ്റ് എടുത്ത് ഒരു 2-3 വർഷം ലീസ് എമൗണ്ടിൽ റണ്ണ് ചെയ്ത് സക്സസ്ഫുൾ ആണെന്ന് തെളിയിച്ചിട്ട് മാത്രമാണ് പുള്ളി ആ ഒരു ഫാക്ടറി പിന്നെ ടേക്ക് ഓവർ ചെയ്തത്. അതന്ന് പർച്ചേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടായിട്ടും ചെയ്യാണ്ട് നിന്നത് ഇങ്ങനെ ഒരു സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ടായിരുന്നു. അതിനുശേഷം ആ ഫാക്ടറി ഞങ്ങൾ അക്യൂർ ചെയ്ത് ഇന്ന് 2023 നിൽക്കുമ്പോൾ 6 ഫാക്ടറികളുള്ള കേരളത്തിൽ ഏറ്റവും അധികം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. കെൻസ എന്ന ഒരു മീനിങ്ങിന് പ്രത്യേകിച്ച് നിങ്ങൾ അർത്ഥമുണ്ടോ? കെൻസ അതെ 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 വളരെ വളരെയധികം അർത്ഥമുള്ള ശക്തിയേറിയ ഒരു വേർഡാണ്. ആക്ച്വലി കെൻസ എന്നുള്ള ടേം അല്ലെങ്കിൽ കെൻസ എന്ന ബ്രാൻഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 അപ്പോൾ 2012 എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിൽ ഞാൻ ബിസിനസ്സിൽ ഫസ്റ്റ് ജനറേഷൻ വരുമ്പോൾ ഒരു ആവശ്യം, അതായത് ബിസിനസ്സിന് എന്താണോ ഇപ്പോഴുള്ളൊരു പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സിലും ഇനി അതായത് ബിസിനസ്സിലേക്ക് ഒരു ജനറേഷൻ വരികയാണെങ്കിലോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഉണ്ടാവുന്ന സിനാരിയോയിൽ എന്താണ് ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആദ്യം മനസ്സിലാക്കണം. അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡിങ് എന്നുള്ളൊരു സ്പേസ് വളരെ എംപ്റ്റി ആയി നിൽക്കുകയായിരുന്നു. അങ്ങനെ 2012 TMTയിൽ വളരെ കുറവായിരുന്നു. പോരാത്തതിന് ഞങ്ങളിൽ അത് ഒട്ടും ചിന്തിക്കുന്നു കൂടിയില്ല, കെൻസ ചിന്തിച്ചിട്ടില്ല. 2012 സ്റ്റഡീസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ബ്രാൻഡ് എന്ന് എല്ലാവരും ഇരിഞ്ഞാശയത്തിൽ കെൻസ, ഒരുപാട് പേരുകളിൽ കെൻസ എന്നൊരു പേരെടുത്തത്. അതിലൊരു പ്രധാനമായ കാരണം എന്ന് പറഞ്ഞാൽ കെൻസ എന്ന വാക്കിനർത്ഥം നിധി എന്നാണ്. ട്രഷർ, നിധി. ട്രഷർ ആണ് കെൻസ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു അർത്ഥം അറബിക് ടേം ആണ് കെൻസ. അതെ, കെൻസ ഒരു അറബിക് വേർഡാണ്, അതിൽ നിധി എന്നാണ് അർത്ഥം. അപ്പം അത് ഒരുപാട് നമ്മളെ പ്രൊഡക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്ത്. സാധാരണ എല്ലാവരും ബ്രാൻഡും പേരും സ്റ്റീൽ എന്ന് പറയുമ്പോൾ കരുത്തും ശക്തിയും ഒക്കെയാണ് പറയുക. ഇപ്പം എനിക്ക് ഇബാദക്ക വീട് വെക്കാൻ പോകുന്നൊരു കാര്യം എനിക്കറിയാം, നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീൽ തന്നോട്ടോ. വീടിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അതൊരു ഭയങ്കര സ്വപ്നമാണ്. നിങ്ങൾ തന്നെ എന്നും പറയുമ്പോൾ വീടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നം, നിങ്ങൾക്ക് ഭയങ്കര ഫീലാ. വീടെന്ന സ്വപ്നം തന്നെയാണ് നിങ്ങളെ ഷോന്റെയും പേര്. അപ്പൊ അതൊരു സ്വപ്നമാണ്, അല്ലെങ്കിൽ അതൊരു ആൾക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സാധനമാണ്, അമൂല്യമാണ് വീട്. അപ്പം അമൂല്യമായി നിൽക്കുന്ന ഒരു വീട്, നിങ്ങൾ വെക്കുന്ന ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും അത്രയും വാല്യുബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഏറിയ എത്രയും ബെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇബാദിൻ്റെ വീട്ടിലെല്ലാം ബെസ്റ്റ് തന്നെ വേണം. അതെ. അപ്പോൾ വി ഹാവ് എ ട്രഷർ വിത്ത് അസ് വിച്ച് ഇസ് കെൻസ. ഞാനിത് പറഞ്ഞപ്പോഴല്ല സാറേ, ഞാൻ ആക്ച്വലി പവൻ, നമ്മുടെ കോമൺ ഫ്രണ്ട് പവനോട് ഞാൻ ചോദിച്ചു എന്തായിരിക്കും കെൻസ. അപ്പോൾ പവനും ആലോചിച്ച് എന്തായിരിക്കും ഇബാദ കെൻസ. ഞാൻ പവനോട് പറഞ്ഞേ വല്ല കുട്ടികളുടെ പേരൊക്കെ ആയിരിക്കും, പുന്നരിച്ചൊക്കെ ചില ആൾക്കാർ വിളിക്കുമല്ലോ. അപ്പോൾ അതല്ല, നിധി എന്നാണ് അർത്ഥം. കറക്റ്റ്. അതൊരു പക്ഷേ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വരെ അറിയാൻ പറ്റാത്തൊരു നിധിയായിരുന്നു ഈ പേര്, അല്ലേ? അത് വലിയൊരു ചേഞ്ച്. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വലിയൊരു മാറ്റം എന്താണ്? ആക്ച്വലി എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവന്നത് കെൻസയിലെ? ഞാൻ എന്നും എനിക്കിഷ്ടപ്പെട്ട ഒരു ഫീൽഡ്, അല്ലെങ്കിൽ എനിക്ക്
താല്പര്യം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലായിരുന്നു. ഓക്കെ. അതിലായിരുന്നു ഞാൻ എൻ്റെ തുടക്കം വെച്ചത് ബിസിനസ്സിൽ. പക്ഷെ പിന്നെ കാലക്രമേണ ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ എല്ലാ ഭാഗങ്ങളും കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട അവസ്ഥ ബിസിനസ് തന്നെ നമുക്ക് ഉണ്ടാക്കിത്തരും. അപ്പം ഞാൻ എൻ്റെ ഫോക്കസ് തുടക്കകാലത്ത് ബ്രാൻഡിങ്ങിലും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലും ആയിരുന്നു. ഓക്കെ. കെൻസ എന്നൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2012 തുടങ്ങുന്ന എനിക്ക് ഓരോ 2 വർഷം കഴിയുമ്പോഴും ഞങ്ങൾ എവിടെയായിരിക്കും അല്ലെങ്കിൽ കെൻസ എവിടെയായിരിക്കണം എന്നൊരു പ്ലാനോട് കൂടിയാണ് ഞാൻ മുന്നിലിരിക്കുന്നത്. വിവാദത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് 2025 ആകുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റീൽ മാനുഫാക്ചറിൽ ഒന്നായി മാറണം എന്നാണ് എൻ്റെ ആംബിഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം. അതിന് ബ്രാൻഡിനെ മോൾഡ് ചെയ്യലായിരുന്നു നിങ്ങളുടെ ഒരു, അത് നിങ്ങളുടെ ഷോൾഡറിലായിരുന്നു അല്ലേ? അതെ അതെ, കറക്റ്റ്. വാവ്, ഗ്രേറ്റ്. ഇറ്റ് വാസ് ലൈക്ക് എൻ്റെ സുഹൃത്തുക്കൾ പറയും ഇവിടെ ഷഹദ് ഒരു 1 man ആർമിയാണ്. സെക്കൻഡ് ജനറേഷനിലെ I was the first person, I was the only person when it started. അപ്പം ആ ഒരു സമയമായതുകൊണ്ട് എനിക്ക് ഒരു ഫാമിലി ബിസിനസ് കൊണ്ടു നടക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതൊരു ഫാമിലി ബിസിനസ് കൊണ്ടു നടക്കണമെങ്കിലുള്ള ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് പോകണം. മനസ്സിലായി. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഘടകമുണ്ട്. അപ്പോൾ എനിക്ക് വളരെ നല്ല രീതിയിൽ ഈ ഒരു എൻ്റെ ബിസിനസ്സിലുള്ള കാലയളവിൽ എൻ്റെ മറ്റു പാർട്ട്നേഴ്സിനെ എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ട് ഇന്ന് കേരളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റാൻ സാധിച്ചത് തന്നെയായിരുന്നു. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് 33 വയസ്സാണ് അല്ലേ? നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 33 വയസ്സ്. അപ്പോൾ ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ ഇത്രയും ഒരു മാനേജ്മെൻറ്റും ഒക്കെ നിങ്ങളുടെ ഷോൾഡറിൽ നിങ്ങൾ ഏറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒബ്വിയസ്ലി പല പല വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിലെ ആളുകൾ, നിങ്ങളുടെ ഡയറക്ടേഴ്സ്, ഫാമിലി. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ് ഞാൻ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതെങ്ങനെ നിങ്ങളിത് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് ആക്ച്വലി? അല്ല, ഞാൻ പറയാൻ കാര്യം വെച്ചാലേ നമ്മളിപ്പോൾ ഞാൻ കൂടുതലും ഡീൽ ചെയ്യുന്നത് ഓൺട്രപ്രണേഴ്സാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ പല ആളുകളും പല സമയത്തും ടെൻഷനാണ്, അതാണ് ഇതാണ് മറ്റ്. പക്ഷെ നിങ്ങൾ ഭയങ്കര കൂൾ ഗൈയാണ്. അത് കാര്യമില്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് നിങ്ങൾ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഈ ഒരു സമയത്ത് പോലും ഒരു സെലിബ്രിറ്റി നമ്മുടെ സൗബിൻ ഷാഹിർ വിളിച്ചപ്പോഴും നിങ്ങൾ അവർക്കെന്തോ ഹെൽമെറ്റ് മേടിക്കുന്ന കാര്യം അഡ്വൈസ് ചെയ്യുന്നു. അങ്ങോട്ട് മാറിയിട്ട് മമ്മൂക്കയെക്കുറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് മാറി അവനോട് സെയിൽസിനെ കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ 33 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ മാനേജ് ചെയ്യുന്നത് ആക്ച്വലി? അതിൽ ദ മെയിൻ തിങ് ഇസ് ദാറ്റ് അതിനെ ഒരു ടാഗ് ലൈനിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ പീപ്പിൾ മാനേജ്മെൻറ്റ്. കറക്റ്റ്. ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബോൺ സ്കില്ലല്ല, അതൊരു പോളിഷ് ചെയ്ത് കൊണ്ടു നടക്കേണ്ട ഒരു സ്കില്ലാണ്. അത് ഡെവലപ്പ് ആവുന്നത് വെൻ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇബാദുഖനെ പരിചയപ്പെടുന്നത് കഴിഞ്ഞൊരു വർഷത്തിലും അധികമായി. ഒരു വർഷം നമ്മുടെ ഡിസ്കഷൻ തുടങ്ങിയിട്ടാണ്. നമ്മൾ 1 വർഷത്തിന് മുമ്പ് പരിചയപ്പെട്ട് നമ്മൾ എവിടെ വെച്ചാണ് ആദ്യം കാണുന്നത്? ഒരു കഫേയിൽ വെച്ചിട്ടാണ്, പനമ്പള്ളി നേറിലെ സ്റ്റാർബക്സിലാണ്. സ്റ്റാർബക്സ് അല്ല, നമ്മൾ പനമ്പള്ളി നേറിലൊരു നിങ്ങൾ മമ്മൂക്കയായിട്ട് ഫസ്റ്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. മമ്മൂക്കേനെ കാണാൻ പോകുന്ന ഇതിന് മുന്നേ നിങ്ങൾ ഹോർഡിങ് എടുത്തില്ലായിരുന്നോ? പന്തൽ കഫേ, കറക്റ്റ്. സോറി, അപ്പോൾ കണ്ടിന്യൂ. സോറി. അതാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പം വാട്ട് ഐ ഫീൽ ഞാൻ എന്നിൽ കാണുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് തിങ്, അതായത് ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ അല്ലെങ്കിൽ ലിസൺ ടു ദെം മോർ റാദർ ദാൻ ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിനുപരി ആൾക്കാരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. അവരോടുള്ള കോൺവെർസേഷനിൽ അവരെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ അവരെ ഭാഗം അറിഞ്ഞ് എന്നിട്ടാണ് ഞാൻ എന്താണെന്ന് അവരെ മുന്നിൽ എൻ്റെ ഒരു ഓപ്പൺ മൈൻഡഡ് രീതിയിലാണ് ഞാൻ നിൽക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഒരു ഡീലർ ബെൽറ്റ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതിലൊരു കാസർഗോഡുള്ളൊരു വ്യക്തിയല്ല ഒരു ട്രിവാൻഡ്രത്തുള്ള വ്യക്തി. രണ്ടുപേരും സ്വഭാവമായിട്ട് വളരെയധികം വ്യത്യാസമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള എൻ്റെ സ്റ്റാഫുകൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ടീം, അതുപോലെ തന്നെ എൻ്റെ കമ്പനിയിലുള്ള എൻ്റെ പാർട്ട്നേഴ്സ്, ഫാമിലി.
അങ്ങനെ ഒരുപാട് ഘടകങ്ങളിൽ രാവിലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പല പല ജില്ലയിലൂടെ കറങ്ങിയിട്ടാണ് തിരിച്ച് വീട്ടിലെത്തുക. അപ്പോൾ ദാറ്റ് ഇസ് ദ വേ. ആളുകളെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അതെ, അതിനൊരു ആർട്ടായിട്ട് കാണുന്ന ഒരാളാണ് അല്ലേ? ഒരു ആർട്ടാണത്. ശരിയാണ്, അല്ലേ? വാലിഡ് പോയിന്റ് ആണ്. ഓരോ ആളുകളും വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. അല്ല, ഷഹദ് പറഞ്ഞ വളരെ നല്ലൊരു ലിസണർ ആകുക എന്നുള്ളതാണ്. അവർ പറയുന്ന എന്താണെന്ന് കേട്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ. പീപ്പിൾ ലവ് ടു ടോക്ക് ആക്ച്വലി. ഇബാദക്ക പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഇരുന്ന് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അവിടെ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതാ. ഏതൊരു വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അയാൾ പറയുന്നത് മറ്റുള്ള ആൾ ഇരുന്ന് സമാധാനത്തോടു കൂടി കുറച്ച് നേരം കേൾക്കുക. അതിനൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു ഉത്തരവോ അല്ലെങ്കിൽ അതിനൊരു വലിയ സൊല്യൂഷനോ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ ആൾക്ക് വേണ്ടിയത് ഇത്രയേ ഉള്ളൂ, ഇത് കേൾക്കാൻ എനിക്കൊരാൾ സമയം കൊടുക്കണം. ടൈം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് ആളുകളെ ഡീൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാളുപരി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറയാലോ അല്ലേ? അതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ ഒരു ഫോട്ടോ നമ്മുടെ സുഹൃത്തുക്കളെ കാണിക്കാം. 2022 ജനുവരി 23 ഷഹദ് അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റുണ്ട്. ഇതാണ് ആ ഫോട്ടോ. ഒരു മനുഷ്യൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഒരു പടമാണ് നമ്മുടെ ഈ സുഹൃത്തുക്കൾ കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കിലോ ഉണ്ടായിരുന്നു? ഞാൻ 132 കിലോ ഉണ്ടായിരുന്നു. 132 കിലോയിൽ നിന്ന് നിങ്ങൾ എത്ര കിലോയിലേക്ക് മാറി? 75. യെസ്, അത് നിങ്ങളുടെ ഡെഡിക്കേഷനാണ് അല്ലേ? ഒരാൾക്കും അപൂർവം ഒരാൾക്കൊന്നുമല്ല, അപൂർവം ആളുകൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. 130 കിലോ ഉള്ളവൻ എന്തായിരിക്കും അവൻ്റെ ബോഡി വെയിറ്റ് പടച്ചവനെ? അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ പെയിൻ മനസ്സിലാവുള്ളൂ. നിങ്ങൾ എങ്ങനെ മാറിയത്? ഒരു ടഫ് മാനസികാവസ്ഥയാണ് ഈ 132 എന്നൊക്കെ പറഞ്ഞ ബോർഡർ എന്ന് പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ച് അതൊരു ബോർഡർ ലൈനായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് അത് കുറഞ്ഞത്. ഞാനൊരിക്കലും തടി കുറയുമെന്ന് വിചാരിച്ച ഒരാളല്ല. കാരണം ഏതൊരു തടിച്ച് നിൽക്കുന്ന ഇന്നത്തെ ഒരാളും ഒരിക്കലും എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എനിക്ക് പറ്റാത്തൊരു പണിയാണ്. 130 എന്നൊക്കെ പറഞ്ഞാൽ ഒരു കടയിൽ പോയാൽ ഒരു ഷർട്ട് കൊള്ളൂല. ഒരു ബ്രാൻഡിൽ പോലും ഇപ്പോൾ ഒരുപാട് ബിഗർ സൈസ് ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷെ ഞാൻ അന്ന് ഈ തടിച്ച സമയമെന്ന് പറയുന്നത്, തടിയുള്ള സമയമെന്ന് പറയുന്നത് 2012-13 സമയങ്ങളിലാണ്. അപ്പം അന്നൊന്നും ഒരു ബ്രാൻഡ്, ഇഷ്ടമുള്ള ബ്രാൻഡ് വാങ്ങാൻ പറ്റില്ല. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ജീൻസും പാൻറ്റും ഇല്ല, മുണ്ട് മാത്രം കൊടുക്കണം. ആ ഒരു സിനാരിയോയിലേക്ക് എത്തിപ്പെടും. അപ്പം അതെൻ്റെ ഒരു യങ് ഏജ്, അതായത് എൻ്റെ 21, 22, 23 വയസ്സ് സമയം. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, തടി കുറയ്ക്കണം, എനിക്ക് ഇനി ടഫ് സ്റ്റേജിലേക്ക് എത്തി. പോരാത്തതിന് ഒരു മേജർ തിങ് ഇസ് ദാറ്റ് എനിക്ക് എൻ്റെ ബിസിനസ് ലൈഫിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. തടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ദേ ആർ ഹാപ്പി വിത്ത് ലൈക്ക് 100 കിലോ, 130 കിലോ, 140 കിലോ പീപ്പിൾ ആർ ഹാപ്പി. ബട്ട് എൻ്റെ കേസിൽ ഐ വാസ് നോട്ട് ഹാപ്പി. ഐ വോണ്ടഡ് ടു ചേഞ്ച്. അതും ചേഞ്ച് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് എ നോർമൽ ചേഞ്ച്. ഷഹദ് ഒന്ന് മെലിഞ്ഞല്ലോ അല്ല, ഇതാരാണ് എന്ന് ചോദിക്കുന്നൊരു ചേഞ്ചായിരുന്നു എനിക്ക് വേണ്ടി. സൂപ്പർ പണിയെടുത്ത്. അതെ, അതിനുള്ള ഒരു ടൈമായിരുന്നു. പിന്നെ ഇതിപ്പോൾ എൻ്റെ ഒരു 10 കൊല്ലമായി, ഓൾമോസ്റ്റ് 9 ഇയേഴ്സായി ഞാൻ വർക്കൗട്ട്. സ്റ്റിൽ ഒരു സർജറിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വേറെ സപ്ലിമെൻറ്റോ ഒന്നുമില്ലാണ്ട് പ്യോർലി നാച്ചുറലി വ്യായാമം, നല്ല ഭക്ഷണം, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻസി എന്ന് പറയും എല്ലാവരും. കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് ചെയ്യണം. അതെ, ജീവിതത്തിൽ എന്തിലും കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു നല്ല കാര്യം ജീവിതത്തിൽ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഭക്ഷണം കഴിക്കുന്നത് പോലെയോ കുളിക്കുന്നത് പോലെയോ ആയി എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. എൻ്റെ ജീവിത രീതികൾ ആ രീതിയിലേക്കാണ്. അങ്ങനെയാണ് നിങ്ങൾ പണിയെടുത്ത്. ഞാനിതിനെ കോട്ട് ചെയ്യണ ദിവസം ആദ്യം ചില ആളുകൾ വരും, ഭയങ്കര ബിസിനസ്സുകാരാണ്, ഭയങ്കര സെറ്റപ്പാണ്, അപൂർവം എല്ലാവരും അവർ ഡയലോഗ് അടിക്കും. അവരാദ്യം മെയിൻറ്റെയിൻ ചെയ്യില്ല.
പിന്നെ എങ്ങനെ ഇവൻ്റെ ബിസിനസ്സിൽ ഷാർപ്പ് ചെയ്യുമെന്നുള്ളൊരു പദമാണ്. പരിമിതികളുണ്ടല്ലോ, നമ്മുടെ മനുഷ്യന് ലഭിക്കുന്ന ചില പരിമിതികളുണ്ട് ലൈഫിൽ. അതൊന്നും ഒരു പ്രശ്നമാക്കാതെ മുന്നോട്ട് പോയ ഒരാളാണ് നിങ്ങൾ. എനിക്ക് പേഴ്സണലി അറിയാം. നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഡെസിബിൾ കേട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാം. പക്ഷെ ഞാനൊരു ആത്മാർത്ഥമായിട്ട് പറയാം, ഷഹദ്, നിങ്ങൾ ഇപ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു വട്ടം കാണണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പല പല മോട്ടിവേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്കിലൂടെ അതുപോലെ തന്നെ 130 കിലോയിൽ നിന്ന് കുറച്ചു. അത് പോട്ടെ, അതെല്ലാവർക്കും പറ്റുമെന്ന് ചിലപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ്, ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, ആളുകളോട് ഡീൽ ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് ഒരു ആർട്ടായിട്ട് കൺസിഡർ ചെയ്ത് എല്ലാ ആളുകളെയും ഡീൽ ചെയ്യുന്നു. ഇനി ഒരു സാധനം ഇദ്ദേഹത്തിനൊരു പരിമിതിയുണ്ട് ലൈഫിൽ. അതെ, എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് നല്ലത് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇയാൾക്ക് എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അതിന് ഞാൻ എടുത്തു പറയുന്ന മുന്നേ നമ്മളൊരു പോയിന്റ് ഉണ്ട്. നമുക്ക് എത്ര പണമുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എത്ര സമ്പത്തും ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്കത് ആ സമ്പത്തും ആ പണവും വെച്ച്, ഞാൻ അതിലേക്ക് വരട്ടെ. ഇദ്ദേഹത്തിനൊരു ലൈഫിലൊരു അതിനെ ബ്ലെസ്സിങ് എന്നാണ് ഇദ്ദേഹം വിളിക്കുന്നത്. ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ആ ബ്ലെസ്സിങ് എന്താണെന്നും ആ പരിമിതി എന്താണെന്നും ഷഹദ് തന്നെ പറയും, അല്ലേ? അതെ, പറഞ്ഞോ. ഞാൻ പറയട്ടെ, ഷഹദിന് ഒരു ചെവി കേൾക്കില്ല, അതെ അല്ലേ? പക്ഷേ എന്നോട് സംസാരിച്ചപ്പോൾ ഷഹദ് പറഞ്ഞ, ഷഹദെ, ഇപ്പം അതൊക്കെ ഇതൊരു ബ്ലെസ്സിങ് ആണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിനെ നിങ്ങൾ കുറ്റപ്പെടുത്തിയില്ല, അല്ലേ? എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ആക്ച്വലി സെൻസിറോ ന്യൂറോ ഹിയറിംഗ് ലോസ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഇത് ഈ ചെവിയിൽ നിന്ന് സൗണ്ട് ക്യാപ്ചർ ചെയ്തിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന നെർവിൻ്റെ സെല്ല് ഡാമേജ് ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹെയർ സെൽസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇത് മോർ ഓഫ് ഒരു സ്ട്രോക്കിൻ്റെ വേറൊരു ചെറിയ വേർഷനാണ്. അപ്പോൾ ചെവിക്ക് മാത്രമുള്ള ആ കേൾവി നഷ്ടപ്പെട്ടു പോകുന്ന, കുറേ ഇംബാലൻസ് ഉണ്ടാവുന്ന, അതുപോലെ തന്നെ ട്രിനൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് മൂളിച്ച. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ലെഫ്റ്റ് ഇയറാണ് കേൾക്കാത്തത്. അപ്പോൾ അതിൽ എനിക്ക് എപ്പോഴും ആ 24 മണിക്കൂറും ഒരു മൂളിച്ച ഒരു ബീപ്പ് സൗണ്ട് എപ്പോഴും ഉണ്ടാവും. അത് സ്റ്റിൽ ഞാനിപ്പോൾ ഈ വാദകനോട് സംസാരിച്ചെടുക്കുമ്പോൾ ഈ ചെവിയിലൊരു ഹൈ വോള്യത്തിലൊരു ബീപ്പ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം 24 മണിക്കൂറും ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായ ഒരു കാര്യം. ഇത് സംഭവിച്ച എനിക്കൊരു വെരി കാഷ്വൽ ഡേ, ഒരു ഓഫീസിലൊരു നോർമൽ ഡേ, ഒരു ഫോൺ വന്നു. ഫോൺ എത്രാമത്തെ വയസ്സിലായിരുന്നു? കല്യാണം കഴിഞ്ഞ് 3ാമത്തെ മാസം, അതായത് 26ാം വയസ്സിൽ. കല്യാണം കഴിഞ്ഞൊരു 3rd month ആയിരുന്നു. അപ്പം ഒരു ഓഫീസിലൊരു നോർമൽ ഡേ, ഒരു ബിസിനസ് കോള് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ഉടനെ പെട്ടെന്ന് തല ഒന്ന് കറങ്ങി കഴിഞ്ഞപ്പം പിന്നെ ഒരു സൈഡിൽ നിന്ന് സൗണ്ടൊക്കെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഒരു കുറച്ച് നേരം നിന്ന്, പക്ഷേ വിത്തിൻ ആൻ അവർ കോഴിക്കോടുള്ള മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. പക്ഷേ അഡ്മിറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ കൊണ്ട് വന്നപ്പോൾ ഡോക്ടർ ഉടനെ പറഞ്ഞ്, സോറി, യു ഹാവ് ലോസ്റ്റ് യുവർ ലെഫ്റ്റ് ഇയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വന്ന് കുറച്ച് നേരം ആയിട്ടുള്ളൂ, ഒരു ഡയഗ്നോസിസും ഒക്കെ എത്തിപ്പെടുന്നുള്ളൂ. പറഞ്ഞു ഇങ്ങനെ ഇടത്തെ ചെവിൻ്റെ കേൾവി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പം അതൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച ട്രൈ ചെയ്യാം, ട്രീറ്റ്മെൻ്റ് അല്ലേ, ട്രൈ ചെയ്യാം. ഐ വാസ് റെഡി ഫോർ എവറിത്തിങ്. എന്തിനും ഞാൻ തയ്യാറായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഗോൾസിലേക്ക്, എൻ്റെ ബിസിനസ്സിലെ ഒരുപാട് ഗോളിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ഓട്ടത്തിൽ നിൽക്കുന്ന സമയമാണ്. എൻ്റെ റണ്ണിങ് ടൈമാണ്, ചോരത്തിളപ്പ് എന്ന് പറയുന്ന സമയമാണ്. അപ്പം എനിക്കത് എന്നെ ഡ്രാഗ് ചെയ്യുമെന്നുള്ള പേടി ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു. 3 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ബെഡ് റെസ്റ്റ് തന്നെ ആയിരുന്നു കൂടുതൽ. കാരണം എനിക്ക് നടക്കുമ്പം എൻ്റെ കാൽ വെക്കുന്ന ഇതിൽ ബാലൻസ് തെറ്റുന്നത് പോലെ ഫീൽ ചെയ്യുക. അതുപോലെ എൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുന്നത് തലവേദനയായി മാറുക. എൻ്റെ ശബ്ദത്തിൻ്റെ വോള്യം, ഞാൻ കുറച്ച് കൂടുതൽ വോള്യത്തിൽ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഓൾറെഡി ഒരു ചെവി കേൾക്കാത്ത ആൾ സംസാരിക്കുമ്പോൾ വോള്യം വീണ്ടും കൂടും. കാരണം നമ്മൾ ഇയർഫോൺ വെക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ ആൾ ചെവി കേൾക്കാത്തതുകൊണ്ട് ശബ്ദത്തിൽ സംസാരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഒരു ചെവി കേൾക്കാത്തതുകൊണ്ട് ആ സംസാരത്തിൻ്റെ വോള്യം സൈഡ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് വീണ്ടും കൂടി. അതുപോലെ തന്നെ നടക്കുമ്പോൾ മതിൽ പിടിച്ചിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയി. അങ്ങനെ ഒരു 6 മാസമൊക്കെ കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഞാൻ 6 മാസം ബിസിനസ്സായിട്ടും ഒന്നും ആയിട്ടൊരു ബന്ധമില്ലാണ്ട് വീട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു ഐസൊലേറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ പിന്നെ ആലോചിച്ച്, അതായത് ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കെൻസ എന്നുള്ളൊരു ബ്രാൻഡെല്ലാം തുടങ്ങി. ഞാൻ എൻ്റെ തടിയൊക്കെ കുറച്ചൊരു ട്രാൻസ്ഫോം, അതായത് ഞാൻ എൻ്റെ റണ്ണിങ് സ്റ്റേജിലാണ്. ഞാൻ വണ്ടി 100-120 ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. ഷട്ട് ഡൗൺ ആണ്. അന്നേരമാണ് എഞ്ചിൻ ബ്രേക്ക് ഡൗൺ ആവുന്നത്.
അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പോയാൽ എനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ വർക്കൗട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിഷമമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുക എൻ്റെ വർക്കൗട്ട് നിന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എൻ്റെ വ്യായാമം എന്നുള്ള ഷെഡ്യൂൾ എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടെങ്കിലാണ് എനിക്കെന്തോ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കറക്റ്റ് ദിശയിലല്ല പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുക. മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ബ്രേക്ക് ഡൗൺ ആയ എൻജിനുള്ള വണ്ടി അവിടെ വെച്ച് പുതിയ വണ്ടി എടുത്ത് അതിൽ പിന്നെ റൺ ചെയ്ത് അതിൽ കൂടുതൽ മൈസൂരിലൊരു ഹിയറിൻ സ്പീച്ചിൻ്റെ തെറാപ്പി സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെയൊക്കെ പോയി ഒരുപാട് തെറാപ്പി സെഷൻസ് ഒക്കെ എടുത്ത്. പക്ഷേ സ്റ്റിൽ ഞാനിപ്പോൾ ഇബാദുഖിൻ്റെ മുന്നിലിരിക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് ഇയറിൽ എനിക്ക് 100% കേൾക്കില്ല. അപ്പം ആ ഒരു കേൾക്കാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കേൾക്കാത്തത് ഞാനിപ്പം ഇബാദുഖിനോട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലെസ്സിങ് എന്നതുപോലെ ഞാനത് ഉൾക്കൊണ്ട് അതിനെ ഓവർകം ചെയ്ത് അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോകത്ത് ഇത് നന്നാക്കാനൊരു സർജറി ഇല്ല. ഇതിനാകെ ഒരു സൊല്യൂഷൻ ഒരു ഡിവൈസാണ്. ഒരു കുറച്ചൊരു വലിയ ഡിവൈസ് ചെവിൻ്റെ ബാക്കിലും അതേപോലെ തലൻ്റെ ബാക്കിൽ ഡ്രിൽ ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് ഡിവൈസ് വേറെ പുറത്തും വെക്കണം. അപ്പോൾ ഒരു ബിഗർ ഡിവൈസ് ഉണ്ടാവും ഒരു സൈഡിൽ. അല്ലാണ്ട് ഇതിനൊരു സർജറിയിൽ ഒരു സൊല്യൂഷൻ ഇല്ല. ഇതിനൊരു മെഡിക്കലിൽ എത്ര നിങ്ങളിൽ എന്ത് ഇട്ട് മൂടാനുള്ള പണം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യം, ദർ ആർ തിങ്സ് വിച്ച് ഇസ് ഓവർ മണി. പണത്തിന് തീർക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് ചിലത്. അപ്പോൾ അത് പറയുമ്പം വലിയതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, ചെറുതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെ. അല്ല, ഞാൻ ഇതിൻ്റെ ഞാൻ പറഞ്ഞ ഷഹദുമായിട്ടൊരു ഡിസ്കഷൻ നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഭയങ്കര ഷാർപ്പാണ്, ഇങ്ങനെ ഇരിക്കും നിങ്ങൾ, അല്ലേ? ഞാൻ ഷഹദിനെ ശ്രദ്ധിച്ചു അല്ലേ, നിങ്ങളിത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാളെന്താടാ തിരിച്ചിരിക്കണം, ഇവൻ ആരാണെന്ന് സ്കാൻ ചെയ്യുന്നത്. പക്ഷേ അല്ല, ഞാൻ ഈ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞതിനേക്ക് ഒന്ന് ആഡ് ചെയ്യണം ഷഹദ. കാരണം വെച്ചാൽ നിങ്ങളെല്ലാം പ്രോപ്പർലി കേൾക്കാനായിട്ട് ശ്രമിക്കും, അല്ലേ? നിങ്ങൾ നല്ലൊരു ലിസണറാണ്, അതിനേക്കാൾ ഉപരി ഷാർപ്പായിട്ട് ഇത് ലിസൺ ചെയ്യാനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? അപ്പം നിങ്ങൾക്കത് ബ്ലെസ്സിങ് തന്നെയാണ്, അല്ലേ? അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ബ്രാൻഡിനെ ഇന്ത്യയിൽ തന്നെ ഒരു വലിയൊരു ബ്രാൻഡായിട്ട് മാറ്റണമെന്നും അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കണമെന്നും നിങ്ങൾ തീരുമാനിച്ചത്, അല്ലേ? പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, അല്ലേ? പ്രശ്നങ്ങളാണ് എന്നും അവസരം. കറക്റ്റ്. ഇനി അടുത്തൊരു രസകരമായിട്ടുള്ളൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയുടെ പേജിലൊരു സാധനം നിങ്ങൾ പടച്ച്, മമ്മൂക്ക അമേസിങ്. നമ്മുടെ സുഹൃത്തുക്കളെ കാണുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അതൊരു ഗംഭീര സാധനം പോയി, അല്ലേ? മമ്മൂക്ക എന്ന് പറയുന്ന മലയാളികളുടെ സ്വകാര്യ അഹങ്കാരത്തെ ഒരു ബ്രാൻഡിൻ്റെ അംബാസിഡറാക്കി നിങ്ങൾ മാറ്റി, അല്ലേ? അതെല്ലാം ഒരുപക്ഷെ സംഭവിച്ചത് ഈ ഒരു ബ്ലെസ്സിങ്ങിലൂടെ ആയിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് മമ്മൂക്കയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് 2012 ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ബ്രാൻഡിങ് എന്നുള്ള ഒരു ഫീൽ കൂടുതൽ വന്നൊരു സമയമായിരുന്നു. മമ്മൂക്കറിയോ ചെവി കേൾക്കാത്ത? മമ്മൂക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കനോട് ഒരു ദിവസം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ്, ഇങ്ങനെ ഒരു ഹിയറിംഗ് ലോസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പുള്ളിയായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ബ്രാൻഡിങ് ഒരു ഇമ്പോർട്ടൻസ് വന്നൊരു സമയമുണ്ട്. അതായത് കമ്പനി 2020 ആകുമ്പം ഞാൻ ഞങ്ങളൊരു ഇന്റർനാഷണലി ട്രാവലൊക്കെ ചെയ്ത് ഫാക്ടറി ഒന്ന് വിപുലീകരിച്ച്, അതായത് നോർമലി ഉള്ളതിനേക്കാൾ കൂടുതൽ ഓട്ടോമേഷൻ കൊണ്ടുവരും. കാരണം കുറച്ച് റിസ്ക് ഉള്ളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ഈ TMT അല്ലെങ്കിൽ സ്റ്റീൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഞാൻ ഒരു ദിവസം കേട്ടോ കാണിക്കാൻ, എന്തായാലും കേട്ടോ, ഞാൻ വരും. ഇൻവൈറ്റഡ്. താങ്ക് യു സ്വാമി. നമ്മൾ ആൾക്കാരൊന്ന് കാണിക്കണം. അപ്പം നമ്മൾ ആ ഒരു ടഫ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഡേഞ്ചർ പ്രോസസ്സിനെ കൂടുതൽ ഓട്ടോമേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഓട്ടോമേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറച്ച് ജർമ്മൻ ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, ജർമ്മൻ മെഷീൻസ്. അപ്പോൾ എന്ന് നമ്മൾ പറയുമല്ലോ, കാസിലൊക്കെ ജർമ്മൻ കാസ് ആദ്യ ബെസ്റ്റ് കാസ് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം മേജർ മെഷീൻസ് എല്ലാം ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ മെഷീൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫാക്ടറി ഒന്ന് വിപുലീകരിച്ച് ഇൻ്റർനാഷണൽ കുറേ ക്വാളിറ്റീസ് ഉണ്ട്, ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നപ്പം പ്രൊഡക്റ്റ് മോർ ദൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ലെവലിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഐ ഹാവ് എ പ്രൊഡക്റ്റ്, എൻ്റെ കയ്യിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഇനി എനിക്ക് വേണ്ടിയത് ഒരു പവർഫുൾ സ്വീകാര്യത. പവർഫുൾ സ്വീകാര്യത എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പം കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യ എന്നല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ മലയാളികളെ ഭാഗ്യമാണ് അങ്ങനെ ഒരു മഹാനടൻ
അതെ, തീർച്ചയായിട്ടും നോ ഡൗട്ട്. മമ്മൂക്ക പോലത്തെ ഒരു നടനായിട്ട് കെൻസ അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റീൽ എന്ന് പറയുന്ന ആ ഒരു കരുത്തും അല്ലെങ്കിൽ ആ ഒരു പവറും കാണിക്കുന്ന ബ്രാൻഡിന് പുള്ളിയേക്കാളും ആപ്റ്റായ ഒരു ബ്രാൻഡ് അംബാസഡർ കിട്ടില്ല. അപ്പം ദാറ്റ് വാസ് ദി ബെസ്റ്റ് ചോയ്സ് വിച്ച് വി മെയ്ഡ്. മമ്മൂക്ക ആയിട്ട് അപ്രോച്ച് ചെയ്തപ്പം മമ്മൂക്കയും വളരെ പോസിറ്റീവിലാണ് എടുത്തത്. മമ്മൂക്ക ഇങ്ങനെ ഒരു ബ്രാൻഡ് അസോസിയേഷൻ പ്ലാൻ ഉണ്ട്. മമ്മൂക്ക ഒരു ലോങ്ങർ പീരീഡ് പ്ലാൻ ആണ്. അപ്പം സാധാരണ ബ്രാൻഡ് ചെയ്യുന്ന പോലെ 1 കൊല്ലോ 2 കൊല്ലോ അല്ല, അപ്പോൾ ഇതൊരു ലോങ്ങർ പീരീഡ് ആയിട്ടുള്ള അസോസിയേഷനാണ് മമ്മൂക്കൻ്റെ കൂടെ. മമ്മൂക്ക പേജിൽ ഫേസ്ബുക്കിൽ 2022 ഞങ്ങളൊരു ഫോട്ടോ മമ്മൂക്കൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക അത് പേജിലിട്ട്, മമ്മൂക്ക ഫേസ്ബുക്ക് പേജിലിട്ടതിലൊരു ഒരു ക്യാപ്ഷൻ ഉണ്ട്, അനൗൺസിങ് മൈ അസോസിയേഷൻ വിത്ത് കെൻസ TMT. ദാറ്റ് വാസ് ദി ബെസ്റ്റ് മൂമെന്റ് ഫോർ മീ. അപ്പോൾ മമ്മൂക്ക പോലത്തെ ഒരു മഹാനടൻ ലൈക്ക് അസോസിയേറ്റഡ് വിത്ത് എ ബ്രാൻഡ് ഹാസ് അപ്സ്കെയിൽഡ്, വലിയൊരു പൊസിഷനിലേക്ക് ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു മാറ്റമായിരുന്നു. അല്ല, മമ്മൂക്കയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ചെല്ലുമ്പോഴേ? ഇപ്പോൾ ഇത് പറയാണ് നമ്മളൊരു TMT, ഒബ്വിയസ്ലി നിങ്ങളെക്കുറിച്ച് കേട്ട് കാണുള്ളൂ, ചെല്ലുമ്പോഴേ ആളുടെ ഒരു അപ്രോച്ച് ഓക്കെ ചെയ്യാം നാളെ പോര് എന്നുള്ളതായിരുന്നു ആളുടെ അപ്രോച്ച്? ഞാൻ മമ്മൂക്കനെ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഒരു മൂവി സെറ്റിലാണ്. സെറ്റിൽ ഞാൻ ഫസ്റ്റ് തിങ് പറയാം, ഞാൻ മമ്മൂക്കനെ ഫസ്റ്റ് കാണാൻ പോകുമ്പം ഐ വാസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദി കാരവൻ. അപ്പം മമ്മൂക്ക, ജോർജേട്ടൻ കൂടെ ഉണ്ടായിരുന്നു, മമ്മൂക്കൻ്റെ മാനേജർ. അപ്പോൾ ജോർജേട്ടൻ പറഞ്ഞു മമ്മൂക്ക ഇപ്പോൾ വരും എന്ന് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ഡോറ് തുറന്ന് കാലെടുത്ത് പുറത്ത് വെക്കുമ്പം ആ ഒരു സ്ലോ മോഷൻ മൂവി എൻട്രിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് വെൻ മമ്മൂക്ക പുറത്തേക്ക് വന്ന സമയത്തുണ്ടായ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നെസ് വിച്ച് ഹി ഹാവ് ഇസ് അമേസിങ്. അതായത് 2 സ്റ്റെപ്പ് എടുത്ത് മമ്മൂക്ക മുന്നോട്ട് വന്നപ്പോൾ ആ ഒരു സെറ്റിലുള്ള ഒരു 10-60ഓളം ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുക. ബാക്കിൽ ഞാൻ കാണുന്ന വളരെ ബാക്കിൽ ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തി, മമ്മൂക്ക ആളെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ആ ആൾ ആ ബഹുമാനം കൊണ്ട് മമ്മൂക്ക സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ആ ഒരു റെസ്പെക്റ്റ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഓറ കണ്ടപ്പം ഐ വാസ് ലൈക്ക് ദിസ് ഇസ് ദി ബെസ്റ്റ് മാൻ. മമ്മൂക്ക അല്ലാണ്ട് വേറെ ആരാണ് ഞങ്ങളെ ബ്രാൻഡ് അസോസിയേറ്റ് ചെയ്യാൻ ഒരാളുള്ളത്? അത് കഴിഞ്ഞ് മമ്മൂക്കായിട്ട് വന്ന് നമ്മൾ സംസാരിച്ച് ഞാൻ മമ്മൂക്കനോട് പറഞ്ഞു ഇങ്ങനെ സ്റ്റീൽ ഞങ്ങളെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു കൊടുത്ത്. ആൻഡ് നോട്ട് ജസ്റ്റ് മമ്മൂക്ക, നമുക്കൊക്കെ അറിയാം മമ്മൂക്ക ഒരുപാട് പഠനം നടത്തുന്ന ഏത് ബ്രാൻഡിനെ കുറിച്ച്. അപ്പം ഞങ്ങളെ ബ്രാൻഡിൻ്റെ ഹിസ്റ്ററി, ഞങ്ങളെ തുടക്കം, ഞങ്ങളുടെ എവിടെയൊക്കെയാണ്, ഇവൻ നമ്മുടെ CSR ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയിൽ കെൻസ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം മമ്മൂക്കക്ക് വളരെ മമ്മൂക്കൻ്റെ ടീമിന് അയച്ചു കൊടുത്ത് കാര്യങ്ങളെല്ലാം. അതല്ലാതെ വെറുതെ ചെന്ന് ചെയ്യാനല്ല, ആൾ പഠിക്കും, ഒരുപാടധികം പഠിക്കും, ഒരുപാട് ചോദിക്കും, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്. അതായത് മമ്മൂക്കക്ക് എപ്പോഴും ഒരു നോളേജ് ഗെയിൻ ചെയ്യാൻ മമ്മൂക്കക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരോടും എന്തും ചോദിക്കാൻ, അബൌട്ട് ദാറ്റ്, എവിടെയാണ് നിങ്ങൾ, എന്താണ്, ഇതാണ്, എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ അറിവ് നേടാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളോട് ചോദിച്ചു? മമ്മൂക്ക അപ്പോൾ എന്നോടും പ്രൊഡക്റ്റും കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചോദിച്ചു. ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നു, കാരണം ആളല്ലേ ഫ്രണ്ടിലിരിക്കുന്നതല്ലേ മഹാനടൻ. നമ്മളെന്നും TV സ്ക്രീൻ, ഞാൻ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ട ഒരാളാണ്. ഞാൻ മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ഞാൻ ഫസ്റ്റ് കാണുന്നത് 2022 എൻ്റെ ബ്രാൻഡിൻ്റെ അസോസിയേഷന് വേണ്ടി സംസാരിക്കുമ്പോഴാണ് ഞാൻ മമ്മൂക്കനെ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ പൊന്നെ, നിങ്ങളുടെ മാനസികാവസ്ഥ അതൊരു ഗ്രേറ്റർ ഫീലിംഗ് ആയിരുന്നു. അതിന് മമ്മൂക്ക വളരെ നല്ല രീതിയിൽ, നമ്മൾ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, മമ്മൂക്കക്ക് എപ്പോഴും പുതിയ കോൺസെപ്റ്റിനോടും അല്ലെങ്കിൽ പുതിയ എക്സ്പീരിയൻസിനോടും പുതിയ ആൾക്കാരോടും ഭയങ്കര ഇഷ്ടമാണ്. പുതിയത് എന്തിനേയും വളരെ സ്വീകാര്യത കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ 2023 മമ്മൂക്ക നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ പഴയ ആളല്ല, വളരെ പുതിയ എക്സ്പെരിമെന്റ്സ് സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അങ്ങനെ എന്തും ഒരു പുതുമ ട്രൈ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതൊരു അമേസിങ് ഫാക്ടറാണ് മമ്മൂക്കൻ്റെ. അപ്പം എന്നെപ്പോലൊരു ബ്രാൻഡ് മമ്മൂക്കനോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മമ്മൂക്ക അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കി വി ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഒരു മഹാനടനായിട്ട് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും കാണുന്ന മമ്മൂക്കായിട്ട് അങ്ങനെ സംസാരിച്ച് കൂടുതൽ ബ്രാൻഡിനെ കുറിച്ച്. ഇപ്പോൾ ഞങ്ങൾ 2 ഷൂട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മമ്മൂക്കനെ ഒരു 10ഓളം പ്രാവശ്യം നേരിട്ട് കണ്ട്. അത്രയും
സംസാരിക്കുന്ന അത്രയും കാര്യങ്ങൾ അടുക്കുന്നു, അങ്ങനെ ഒരു സ്പെഷ്യലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് മമ്മൂക്ക. ഈ സത്യം ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെട്ടപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാലയളവിൽ നിങ്ങൾ മമ്മൂട്ടിയെ പോലെയുള്ളൊരു ബിഗ് ബ്രാൻഡെന്ന് തന്നെ പറയാം, നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു പക്ഷേ ഈ ഒരു പോഡ്കാസ്റ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. മേ ബി വളർന്നു വരുന്ന ആളുകൾ ഇതുപോലെയുള്ള നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽപ്പെട്ട ആളുകൾ അംബാസിഡേഴ്സാക്കി മാറ്റാൻ സാധ്യതകളുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതൊരു വെരി വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐ വുഡ് സേ എല്ലാ ബിസിനസ് മോഡൽസിനും ബ്രാൻഡ് അംബാസിഡർ ഇൻഫ്ലുവൻസ് ഉണ്ടാവണം എന്നില്ല. ഉള്ള ബ്രാൻഡ് അംബാസിഡർ ഇൻഫ്ലുവൻസ് ഉള്ള ഇൻഡസ്ട്രിയും ഉണ്ട്, ഇല്ലാത്ത ഇൻഡസ്ട്രിയും ഉണ്ട്. നമ്മൾ ഇബാദക്ക തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ സെഗ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഇൻഫ്ലുവൻസ് കാണുന്നില്ല, സർവീസ് ഇൻഡസ്ട്രിയാണ്. പക്ഷേ ദർ ആർ സം ഇൻഡസ്ട്രീസ് വേർ ബ്രാൻഡ് അംബാസിഡർ ഇൻഫ്ലുവൻസ് ഇസ് വെരി മച്ച് ഹൈ. അപ്പം ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇബാദക്ക പറഞ്ഞ മാതിരി ഇത് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം ബ്രാൻഡിന് അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസഡർ വന്ന കാരണം അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സഹദ് വെച്ചു വന്നാൽ ഞാൻ വെച്ചേക്കാമെന്നുള്ളതല്ല. ഇപ്പം നാളെ ഞാൻ കാണുകയാണ് വേറെ ഏതെങ്കിലും, ഞാൻ മറ്റൊരു ബിസിനസ് തുടങ്ങി. അപ്പം ഞാൻ ആ ബിസിനസ് തുടങ്ങിയതിൽ അതിൽ എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അമിതാഭ് ബച്ചനെ ബ്രാൻഡ് അംബാസഡറായി വെച്ചെന്ന് വിചാരിച്ച് ഞാൻ വെക്കണമെന്നില്ല. അപ്പം ഞാനൊരു ഫ്രോസൺ ചിക്കൻ ആണെന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഞാൻ അവിടെ മറ്റേ ഫ്രോസണിൽ പുറത്ത് നോർത്തിലൊക്കെ നമ്മൾ പല ബ്രാൻഡിനും പല വലിയ ബ്രാൻഡ് അംബാസഡറൊക്കെ കാണും. ഞാൻ കേരളത്തിൽ അത് ചെയ്യണമെന്നില്ല. അവിടെ ചിലപ്പം ഇൻവെസ്റ്റ് ഓൺ ദി കോണ്ടന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഓൺ ദി ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ഹൗ യുവർ ബിസിനസ്സസ്. ഇപ്പം ഞാൻ എന്നും പറയാന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കേരളത്തിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സെഗ്മെന്റ്സിൽ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. ജനങ്ങൾ ബ്രാൻഡിനോടാണ് ഇഷ്ടപ്പെടുന്നത്. അത് ബ്രാൻഡ് ആവുന്നത് എങ്ങനെയാണ്? ക്വാളിറ്റി ഏറിയ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ്. നോട്ട് ജസ്റ്റ് യു പുട്ട് എ ബ്രാൻഡ് അംബാസഡർ ആൻഡ് യു ആർ എ ബ്രാൻഡ്. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സബ് ഘടകങ്ങളുണ്ട്. ക്വാളിറ്റി ആയിരിക്കണം, സർവീസ് നന്നായിരിക്കണം, കസ്റ്റമർ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരിക്കണം. അപ്പം ഞങ്ങളൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ബ്രാൻഡാണ്. ഞാൻ ഇബാദക്കനോട് ഒരു സ്പെഷ്യൽ അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉൾക്കൊള്ളുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് എന്നെ സംബന്ധിച്ച്. അതായത് കെൻസ TMT അല്ലെങ്കിൽ സ്റ്റീൽ ബ്രാൻഡ്, കെൻസ TMT സ്റ്റീൽ ബ്രാൻഡ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് എ ബിൽഡിംഗ് മെറ്റീരിയൽ ബ്രാൻഡ്. വി ആർ എ ബ്രാൻഡ് ഹൂ ഈസ് അസോസിയേറ്റിംഗ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആർ നേഷൻ. അതായത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഭാഗമാകുന്ന ഒരു പ്രൊഡക്റ്റാണ് എൻ്റെത്. അപ്പോൾ വി ആർ വെരി മച്ച്, ഐ ഫീൽ വി ഹാവ് വെരി മച്ച് ബിഗർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ അതായത് കേരളത്തിലെ മിക്ക പാലങ്ങളിൽ എൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പാലങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, ഹൈവേസിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കെൻസ. അപ്പം എത്രത്തോളം ഞാൻ ശ്രദ്ധ ചെലുത്തണം, എൻ്റെ നാടാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഉള്ള ഒരു വികസനത്തിന് ഭാഗമാകുന്ന എൻ്റെ പ്രൊഡക്റ്റ്, അപ്പോൾ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ. അതാണ് എൻ്റെ കറക്റ്റ്. അവിടെയാണ് നിങ്ങൾക്ക് മമ്മൂട്ടിനെ ആവശ്യമായിട്ട്. അവിടെ ആ ഒരു ഈവൻ ഇപ്പം അതൊക്കെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരാൾ ബ്രാൻഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടുന്ന ഒരാളാണ്. അപ്പോൾ ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മമ്മൂക്ക ഓൾസോ. ഞാൻ റെസ്പോൺസിബിൾ ആണ്. നിങ്ങളുടെ കൊടുക്കുന്ന പ്രോഡക്റ്റ് മോശമാണ്, മമ്മൂട്ടിക്ക് മോശമാണ്, മമ്മൂക്കൊക്കെ എഫക്ട് ചെയ്യാൻ. ഐ ഹാവ് എ ബിഗർ റെസ്പോൺസിബിലിറ്റി ഓൺ മീ. അപ്പം അത് വളരെ നന്നാവണം, നല്ല രീതിയിലാവണം. കാരണം മമ്മൂക്ക സ്ക്രീനിൽ വന്ന് പറയാണ് മികച്ചതിനേക്കാൾ മികച്ചത് കെൻസ TMT സ്റ്റീൽ ബാസ് എന്ന് മമ്മൂക്ക പറയുമ്പോൾ ഐ ഹാവ് ടു മേക്ക് ഷുവർ ഇറ്റ് ഇസ് മികച്ചതിനേക്കാൾ മികച്ചത് എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുത്തണം. ഈ ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ കെൻസയിലേക്ക് അസോസിയേറ്റ് ചെയ്തപ്പോഴുണ്ടായ സെയിൽസ് വോളിയം എങ്ങനെയായിരുന്നു? മമ്മൂക്ക അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടായത്? ഇമ്പാക്റ്റ് ആക്ച്വലി മമ്മൂക്ക കെൻസയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് 2012-ലാണ്. സോറി,
മമ്മൂക്ക കെൻസ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് 2022-ലാണ്. 2020 2022 മമ്മൂക്കായിട്ട് അസോസിയേറ്റ് ചെയ്ത സമയത്ത് വി ഹാഡ് എ വീഡിയോ, അതായത് അനൗൺസ്മെൻറ്റ്, മമ്മൂക്ക വരുന്ന ഒരു പ്രസ് മീറ്റ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ ഒരു ലോഞ്ച് വന്നതിന് ശേഷം ഞങ്ങളൊരു ക്യാമ്പയിൻ ഇറക്കി ഔട്ട്ഡോർ റിലീസെല്ലാം ചെയ്തു. റിലീസിന് ശേഷം കെൻസ എന്നുള്ളൊരു ടേം കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങി. അതായത് ബ്രാൻഡ് കെൻസ TMT സ്റ്റീൽ ബാസ് എന്നുള്ളത് ബ്രാൻഡ് കൂടുതൽ അറിയാൻ തുടങ്ങി. അന്ന് നമ്മളൊരു ചെറിയൊരു TVC ഒരു വിഷ്വൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മമ്മൂക്ക സംസാരിക്കുന്നത് വീടെന്നത്, അതായത് നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുത്ത് മമ്മൂക്കൻ്റെ ഒരു ചെറിയ ബ്രാൻഡ് ഫിലിം, അതിൽ മമ്മൂക്ക പറയുന്നത് വീടെന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്, ആയുഷ്കാലത്തേക്കുള്ള സമ്പാദ്യമാണ്. അപ്പം അതിന് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി തിരഞ്ഞെടുക്കണം. അതിനൊരു അടയാളമുണ്ട്, കെൻസ TMT എന്നാണ് മമ്മൂക്ക അതിൽ പറയുന്നത്. അപ്പം വി വെർ ഷുവർ അത് ജനങ്ങളെ ഒരു പേഴ്സണൽ ഒരാൾ, ഇപ്പോൾ ഇബാദക്ക വീടെടുക്കാൻ പോകുന്ന ഒരാളാണ്. ഇബാദക്കൊക്കെ ഇത് കേൾക്കുമ്പം റെപ്യൂട്ടഡ് മാൻ ഇസ് സേയിങ് ദിസ്. അപ്പോൾ സേയിങ് അബൌട്ട് എ ബ്രാൻഡ്, ദിസ് ഇസ് ദിസ്, ഇതാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫീൽ ആണ് അന്ന് കൊടുത്തത്. അതിന് ശേഷമുണ്ടായ ഒരു ഗ്രോത്ത്, മമ്മൂക്ക വന്നതിനുള്ള ഒരു റാപ്പിഡ് ഗ്രോത്ത് ആയിരുന്നു. ഇപ്പോൾ ഇനീഷ്യൽ ഗ്രോത്ത് ജനങ്ങളെ കേരളത്തിൽ എവിടെ ചെന്നാലും ആൾക്കാർ കെൻസ TMT നമ്മൾ കേട്ടിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ മമ്മൂട്ടി ബ്രാൻഡാണ്, മമ്മൂട്ടി ഫേസ് വന്ന ബ്രാൻഡ്. അതാണ് അഡ്വർടൈസ്മെൻറ്റ്. യെസ്, അത് മാത്രമല്ല നിങ്ങളതിനെ പ്ലേസ് ചെയ്ത രീതിയൊക്കെ വലിയൊരു ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് നടക്കുന്ന സമയത്ത് ലാസ്റ്റ് നിങ്ങൾ അതിനെ പ്ലേസ് ചെയ്ത് വേറൊരു രൂപത്തിലാണല്ലോ, ഒരു ഇതുപോലത്തെ എന്തായാലും ഫെൻസിങ് അത് വെച്ചിട്ടാണല്ലോ നിങ്ങൾ അതിനെ പ്ലേസ് ചെയ്ത്. ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയുണ്ടായത്? അത് ആക്ച്വലി അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോൺസെപ്റ്റിൻ്റെ ത്രെഡ് തരുന്നത് മമ്മൂക്ക തന്നെ. ശരി. അപ്പം ആസ് ഐ സെഡ്, മമ്മൂക്കനോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വി ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻപുട്സ് ഫ്രം ഹിം. അപ്പം മമ്മൂക്ക പറഞ്ഞത് പക്ഷേ ഇത്രയാണ്. മമ്മൂക്ക പറഞ്ഞത് കുറച്ചും കൂടി ഒരു സ്റ്റീൽ ഫിനിഷുള്ള അല്ലെങ്കിൽ ഒരു മെറ്റൽ ഫീലുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെറ്റൽ ഫീലുള്ള ഒരു ആഡിലേക്ക് പ്രിപ്പറേഷൻ. അങ്ങനെ നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു സ്പോർട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജൻസി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്തിയത് ഒരു ഫെൻസിങ് അല്ലെങ്കിൽ ഒരു ഫെൻസിങ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ സ്പോർട്ടാണ്. കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരു ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് സ്പോർട്ടാണ്. അതെ. പിന്നെ മെറ്റൽ ഹെൽമെറ്റ്, മെറ്റൽ സ്വോർഡ്, ബോഡിയിലെല്ലാം ഒരു മെറ്റൽ ഫിനിഷ്. അപ്പോൾ ഒരു മെറ്റാലിക് ഫീലുള്ള ഒരു സ്പോർട്ടാണ്. പിന്നെ ഏതൊരു സ്പോർട്ട് എന്ന് പറയുമ്പോഴും അവിടെ ഒരു ഫീൽ ഉണ്ട്, ഒരു ജയിക്കണം എന്നുള്ളൊരു വികാരം, ഒരു ഫൈറ്റ് ഉണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് ഫെൻസിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തിരഞ്ഞെടുത്തത്. പിന്നെ അത് പുറമെ മമ്മൂക്ക അതിൽ ഒരു ഹെൽമെറ്റൊക്കെ ഇട്ട് അത് കഴിഞ്ഞൊരു ഫൈറ്റൊക്കെ കഴിഞ്ഞ് ഹെൽമെറ്റ് ഊരി കഴിഞ്ഞ് മമ്മൂക്ക പറയുന്നൊരു അതിലേറ്റവും വലിയ ഹൈലൈറ്റ് അതിലൊരു ക്യാപ്ഷനാണ്, അതിൻ്റെ ആ ഒരു ഡീറ്റെയിലാണ്. അപ്പം അതിൽ മമ്മൂക്ക ഒരു മത്സരം ഒരു എതിരാളിയായിട്ട് തുടങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് മത്സരം കഴിയുമ്പം എതിരാളിയും ഹെൽമെറ്റ് ഊരുമ്പം അതും മമ്മൂക്കയാണ്. അവിടെയാണ് അതിൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ അതിൽ മമ്മൂക്ക പറയുന്ന അതിൻ്റെ കൺക്ലൂഷൻ ഡയലോഗ്, മത്സരം നിങ്ങളോട് തന്നെ ആവുമ്പോൾ അവസാനിക്കുന്നില്ല, മികച്ചതിനേക്കാൾ മികച്ചത്തിലേക്കുള്ള യാത്ര. ഇത് മമ്മൂട്ടിയുടെ കോൺസെപ്റ്റ് ആയിരുന്നു. ഈ ഐഡിയ ത്രെഡ് നമുക്ക് മമ്മൂക്കൻ്റെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ മേലെ വർക്ക് ചെയ്ത് അപ്പം അതിൽ ഇപ്പം മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാനൊരു ഇൻ്റർവ്യൂ മമ്മൂക്കൻ്റെ കേട്ടയിൽ പറഞ്ഞാൽ ഐ വാസ് നോട്ട് എ ബോൺ ആക്ടർ, ഞാൻ എന്നെ പോളിഷ് ചെയ്ത് മിനുക്കി എടുക്കാമെന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭയങ്കര ഇൻസ്പയറിങ് ടോക്കാണ്, അതായത് ഭയങ്കര ഇൻസ്പയറിങ് വേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ അത് കേൾക്കുമ്പം എനിക്കായാലും ഇബാദക്കായാലും ആർക്കും ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ഫീലിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം ആൾക്കാരെല്ലാം. ഇപ്പം എനിക്കെല്ലാം അറിയാം, ഞാനാണ് സുപ്പീരിയർ എന്നുള്ളത്. മമ്മൂക്ക സ്റ്റിൽ ഈ ഏജിലും ഹീസ് ലേണിംഗ് ന്യൂ തിങ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം ആ ആഡിൻ്റെ കോൺസെപ്റ്റിലും അതാണ്, മികച്ചതിനേക്കാൾ മികച്ചത്, വാട്ട് യു വെയർ യെസ്റ്റർഡേ അതിലും ബെറ്റർ യു ആർ മേക്കിംഗ് ഇറ്റ് ടുമോറോ. അപ്പം ആ ഒരു അതിൽ നിങ്ങളെ തന്നെ ഫൈറ്റ് ചെയ്യുക, നിങ്ങളെ നല്ലതാക്കാൻ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആൻഡ് ബിഗർ വേർഷൻ ഓഫ് യു മുന്നിൽ കൊണ്ടുവരിക.
അതാണ് അതാണ് മാഷാ. ആ ക്യാപ്ഷൻ ആരാ എഴുതിയത് ആക്ച്വലി? അത് ആക്ച്വലി നമ്മളെ ഏജൻസി ബ്യൂട്ടിഫുൾ ആയിട്ട് പോയി. ആക്ച്വലി ശരത് എന്ന് പറഞ്ഞിട്ട് കൊച്ചി ബേസ്ഡ് ഒരു ഏജൻസിയിലൊരു വ്യക്തിയുണ്ട്. ഗുഡ് വർക്ക്, നോ ഡൗട്ട് അല്ലേ? അതെ. അല്ല, ഇപ്പൊ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കണ്ട ആളുകൾക്കും അവർക്കും മനസ്സിലായി കാണും ഇങ്ങനെയൊക്കെയാണ് ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ള കാര്യം. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ആഡിന്റെ മാർട്ടിൻ പ്രക്കാട്ടാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. അത് ഈ ആഡിന്റെ ഒരു ഭയങ്കര ഒരു ബ്യൂട്ടി ക്രിയേഷന് സാധിച്ചിട്ടുണ്ട്. ബിക്കോസ് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ആഡിന് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നിൽക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ കാണുന്ന ആൾക്കൊരു ഭയങ്കര ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ ആഡിൻ്റെ ഓവറോൾ നേച്ചറിന് സാധിച്ചിട്ടുണ്ട്. അതൊരു മാർട്ടിൻ പ്രകാട്ട് മാജിക്കാണ്. യെസ്. അല്ല, അത് നമ്മുടെ ഒരു പക്ഷേ ഈ പോഡ്കാസ്റ്റിംഗ് കേൾക്കുന്ന ആളുകൾ, കാണുന്ന ആളുകൾ ഒരു പക്ഷേ ഓൾറെഡി മമ്മൂക്കയുടെ ഫേസ്ബുക്കിലൂടെ ആ ഒരു വീഡിയോ കണ്ട ആളുകളാണ്. പക്ഷേ ബിഹൈൻഡിൽ ഇങ്ങനെയൊക്കെ കഥകളിലൂടെയാണ് ആ സാധനം ഉണ്ടായതാണ്. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ആക്ച്വലി കെൻസ ഇപ്പം കേരളത്തിൽ വളരെ സജീവമായിട്ട് സ്റ്റീൽ ട്രേഡിങ്, മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 2025 വിത്തിൻ 2025 വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ടു തമിഴ്നാട് ആൻഡ് കർണാടക. അപ്പം ബാക്കി 2 സംസ്ഥാനങ്ങളിലേക്ക് കൂടി എൻറ്റർ ചെയ്യാനുള്ളൊരു പ്ലാനാണ്. ബിക്കോസ് ഐ ഹാവ് എ പവർഫുൾ ബ്രാൻഡ് അംബാസഡർ വിത്ത് മീ വിച്ച് ഇസ് നോൺ എവ്രിവെയർ. സോ അല്ല, നിങ്ങളുടെ ലിസണിങ് കപ്പാസിറ്റിയും ഒബ്സർവേഷനും നിങ്ങളുടെത്തോളം ബ്ലെസ്സിങ് ആയിട്ടുള്ളിടത്തോളം കാലം ഇതൊക്കെ ഈസി പരിപാടിയാണ്. അതിനേക്കാൾ ഉപരി ഇദ്ദേഹം ഒരു വണ്ടിപ്രാന്തനാണ് കേട്ടോ. ഇദ്ദേഹത്തിന് ഇപ്പം എത്ര വണ്ടിയുണ്ട്? അത് പറഞ്ഞിട്ട് പോഡ്കാസ്റ്റിംഗ് അവസാനം, അല്ലെങ്കിൽ എല്ലാം കളഞ്ഞ്. വണ്ടിപ്രാന്തനാണ് അല്ലേ? ഒരു പെട്രോൾ ഹെഡ്. എനിക്ക് മോർ ഡ്രൈവിംഗ് ഒരു പാഷനാണ്. പാഷനേറ്റ്ലി ഇഷ്ടമാണ് വണ്ടി ഓടിക്കാനും യാത്ര ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് കൂടുതൽ ഡ്രൈവ് ചെയ്ത് പോകാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഡ്രൈവ് ചെയ്ത് പറഞ്ഞില്ല, വണ്ടി എത്തണമെന്ന് പറഞ്ഞില്ല. ചെറിയ എൻ്റെ ഫേവറേറ്റ് കാറ് മിനി കൂപ്പറാണ്. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി മിനി കൂപ്പറാണ്. അത് പറയുമ്പോൾ നമ്മൾ കുറേ സ്പോർട്സ് കാറെല്ലാം പറയുമെങ്കിലും നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ ദി ബെസ്റ്റ് കാർ ടു ഗോ എനിവെയർ മിനി കൂപ്പറാണ്. ഗുഡ് ഗ്രൗണ്ട് ക്ലിയറൻസ്, ഈസി ടു ഗോ. എവിടെയും നമുക്ക് ചെറിയ വണ്ടി പോലെ ഒതുക്കി വെക്കാം. ബൈക്കോ? ബൈക്ക് ഒരു ബൈക്ക് റൈഡും ഇഷ്ടമുള്ള ആളാണ്. എല്ലാവരും BMW ഒരു GS 1200 എന്ന് പറഞ്ഞൊരു ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ബൈക്ക് റൈഡും ഇവിടെയൊക്കെയാണ്. ഇതൊക്കെ ചോദിച്ചല്ലോ, കുറച്ച് എവിടെയാണ് ഒരു പേഴ്സണൽ ഫ്രീ സ്പേസ്, ഇതൊക്കെ കിട്ടുന്ന സമയങ്ങളാണിത് ആണല്ലേ. ഈ ഞാൻ സഹദിൽ കണ്ടത് 2-3 കാര്യങ്ങളാണ്. ഒരു പക്ഷേ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ സമീപിച്ചാൽ കിട്ടുന്ന അഡ്വൈസുകളാണ് എനിക്ക് മനസ്സിലാവും. ഒന്ന്, ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഫിസിക്കൽ പ്രോബ്ലംസിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. നല്ല പോലെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകളൊരു, ഇപ്പം നമ്മുടെ ടീമിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, കാരണം കേരളത്തിൻ്റെ മലയാളികളുടെ അഭിമാനമായ മമ്മൂക്കേനെ വെച്ച് ഒരു ബ്രാൻഡിനെ പോപ്പുലറാക്കിയ ഒരു മനുഷ്യൻ. ഒബിയസ്ലി നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കണ്ട് ഒരു ഹായ്, അതായത് ഈ ലെവലിലേക്ക്, സാധന പോലെ ലെവലിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി നിങ്ങളെ കാണാം. കാര്യം ഞങ്ങൾ തമ്മിൽ അള്ളാൻ്റെ അനുഗ്രഹം കാരണം ഭയങ്കര ഒരു ബന്ധമാണ്. ഞങ്ങൾ കൊച്ചിയിൽ വന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ചായ കുടിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കേൾക്കും. ഞാൻ പറയാം, കേട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാണ്. എന്തായാലും പടച്ചവൻ ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ബ്രാൻഡ് കേരളത്തിൽ നിന്ന് ഗ്ലോബലി പോകുന്ന ഒരു ബ്രാൻഡായിട്ട് മാറട്ടെ. ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നത് ഇനിയും മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സാമി. താങ്ക് യു.